അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ കസിന്റെ കല്യാണം അടുത്ത് ഞങ്ങളുടെ ഗാങ്ങത്തെ രണ്ടാമത്തെ ആളുടെ കല്യാണം കേട്ടത്. ഫസ്റ്റത്തെ കല്യാണത്തിന് മാങ്ങോട് മുതൽ പെരിന്തൽമണ്ണ അങ്ങ് അറ്റം വരെ തെരഞ്ഞെടുത്തിരുന്നു ഡ്രസ്സ്. അവസാനം ഇൻസ്റ്റത്തെ ഒരു പേജിൽ നിന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വല്ലാണ്ട് ആലോചിക്കാനൊന്നും നിന്നില്ല. എല്ലാ പേജ് നന്നായിട്ട് അരിച്ച് പെറുക്കിട്ടു. അപ്പൊ എന്താ നമ്മള് വിചാരിച്ച ഡ്രസ്സൊന്നും ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടും കൂടി ഇല്ലാത്ത അവസ്ഥ. പിന്നെ എന്താ കുന്ത കിട്ടണമെങ്കിൽ കുടത്തിലും തപ്പണം എന്നാണല്ലോ. അതുകൊണ്ട് സമയം കളയാനൊന്നും നിന്നില്ല, നേരെ ഡ്രസ്സ് തെരഞ്ഞിട്ടുണ്ട്. ഡ്രസ്സിന് പകരം ഒരു മോഡൽ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അത് അടുപ്പിക്കാനുള്ള തുണിയാട്ടോ എടുത്തത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന് നേരെ എല്ലാത്തിനേക്കാളും മുഖ്യ തീറ്റ ആയതുകൊണ്ട് അവിടെ ഉള്ള കഫേ കയറിയിട്ട് സീറ്റാണ് പിടിച്ചു. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ചൊക്കെ ലേഗായിട്ടാട്ടോ ഓർഡർ ചെയ്ത സാധനം കൈ കിട്ടി. പക്ഷെ മൂന്നാളും പാടെ വായ തുറന്ന വർത്താനം കയ്യേ ഇല്ല കേട്ടോ. അതുകൊണ്ട് സമയം പോയത് അറിഞ്ഞേ ഇല്ല. ഇവിടെ രണ്ടാൾക്ക് വിശന്നിട്ട് കിളി പോയിട്ടാ തോന്നുന്നുണ്ട്. ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് വെതറുണ്ട്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നു കേട്ടോ. ലോഡഡ് ഫ്രൈസും വേഫിൾസും ആയിട്ട് ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. വേഫിൾസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് മത്ത് പിടിക്കണ്ടായിരുന്നു കേട്ടോ. ഒരാളെയും കൊണ്ടൊന്നും എന്തായാലും ഒറ്റയ്ക്ക് തിന്ന് തീർക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഫുള്ള് കഴിച്ചു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് കുറച്ചേരം ടൗണിൽ കൂടെ തേരാപ്പാര നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊക്ക് പെരേന്ന് വിളി വന്നു കേട്ടോ. ഞങ്ങൾ നേരെ ബസ് കയറിയിട്ട് പെരയിൽ ഹാജരായി. അവിടുന്ന് വരുമ്പോ ഞാനൊരു ചോക്കോബാറും കൂടെ വാങ്ങിയിട്ടുണ്ട്.